Hi everyone, welcome to Jaify's Kitchen. This is Jaify Simon from Jaify's Kitchen. I hope that all of you are fine and safe. അടിപൊളി ചിക്കൻ ഫ്രൈയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായി തയ്യാറാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. മിക്സിയുടെ ജാറിലേക്ക് 2 കുടം വെളുത്തുള്ളി, മീഡിയം സൈസ് ഇഞ്ചി, 12 ചുവന്നുള്ളി, 6 വറ്റൽമുളക് എന്നിവ ചേർത്ത് അരച്ചെടുക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ്, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ കബാബ് പൗഡർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഓരോ ചിക്കൻ പീസസിലും നന്നായി കോട്ട് ചെയ്തെടുക്കുക. അതിനെ മിനിമം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു പാനിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. ഇതിലേക്ക് 4 പച്ചമുളക് പിളർന്നതിട്ട് വറുത്ത് കോരുക. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. കുറച്ച് കറിവേപ്പിലയിട്ട് വറുത്ത് കോരുക. കുറച്ച് പപ്പടം കീറിയതിട്ട് വറുത്ത് കോരുക. ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. മാത്രമല്ല കറിവേപ്പിലയിട്ട് വറുത്ത് കോരുന്നത് ഓയിലിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇതിലേക്ക് ചിക്കൻ പീസിട്ട് തിരിച്ചും മറിച്ചും ഡീപ് ഫ്രൈ ചെയ്തെടുക്കുക. വറുത്ത കറിവേപ്പിലയും പച്ചമുളകും പപ്പടവും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ചൂടോടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വിളമ്പാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സേഫ് ഓൾവേസ്.